ഹായ് ഓൾ, ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. GK പ്രിപ്പറേഷൻ എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഈ ടോപ്പിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ 5 ഇയറിലും 3 ഇയറിലും കൂടി ആയിട്ട് 2024 ക്ലീ എക്സാമിൽ മാത്രം 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് 5 ഇയറിൽ 3 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 3 ഇയറിൽ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. 3 ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്ര ഇൻഡെപ്ത് ആയിട്ട് നോക്കിയാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലായിരുന്നു 3 ഇയറിൽ ക്വസ്റ്റ്യൻ വന്നത്. 5 ഇയറിലെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് 5 ഇയറിൽ. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ലാഗ് ഇല്ലാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് വീഡിയോ തുടങ്ങുന്നത് തന്നെ 5 ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദി സോളാർ സിസ്റ്റം ഹാസ് ഡാഷ്. എത്ര നമ്പർ ഓഫ് പ്ലാനറ്റ്സ് ഉണ്ട് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്ക് സ്ക്രീനിൽ കാണാം 1, 2, 3, 4, 5, 6, 7 and 8. അതിൽ ഓരോന്നിൻ്റെ പേര് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ മെർക്കുറി ആണ്. അത് കഴിഞ്ഞാൽ വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് 8 പ്ലാനറ്റ്സ് ആണ് സോളാർ സിസ്റ്റത്തിലുള്ളത്. ഈ 8 പ്ലാനറ്റ്സും മെയിനായിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 4 പ്ലാനറ്റ്സിനെ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. ബാക്കി വരുന്ന ലാസ്റ്റ് വരുന്ന 4 എണ്ണത്തിനെ ഗ്യാഷ്യസ് അല്ലെങ്കിൽ ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റ്സ് എന്നും പറയപ്പെടും. ഇതിനെ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് കൂടെ നമുക്ക് പറയാം. 2024 5 ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 4 ഓപ്ഷൻ തന്നിട്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 3 എണ്ണം ഈ കാറ്റഗറിയിലുള്ളതും ഒരെണ്ണം ഔട്ടർ പ്ലാനറ്റ്സ് എന്നുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഔട്ടർ പ്ലാനറ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി 2 കാറ്റഗറി ആയിട്ടാണുള്ളത്. ഈ 2 കാറ്റഗറിയും ഡിവൈഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇങ്ങനെ ഇവിടെ ആയിട്ടാണ് അത് വരുന്നത്. അതിന് പറയുന്ന പേരാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അത് വരുന്നത് മാസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആസ്ട്രോയിഡ് ബെൽറ്റ് ഈസ് സീൻ ബിറ്റ്വീൻ വിച്ച് 2 പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസും തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഓർത്ത് വെക്കുക. മാസ് ആൻഡ് ജൂപ്പിറ്ററിൻ്റെ ഇടയ്ക്കാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് വരുന്ന ഈ സംഭവം വരുന്നത്. അപ്പോൾ നമ്മളിനി ഓരോ പ്ലാനറ്റ്സിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നിയറസ്റ്റ് ടു ദി സൺ എന്ന് പറയുന്നത് മെർക്കുറിയാണ്. നമുക്ക് മെർക്കുറി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മെർക്കുറിയിലേക്ക് വരുന്ന സമയത്ത് നിയറസ്റ്റ് ടു ദി സൺ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സ്പെസിഫിക്കേഷനുള്ള പ്ലാനറ്റാണ് മെർക്കുറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ നിയറസ്റ്റ് പ്ലാനറ്റും അതുപോലെ തന്നെ സ്മോളസ്റ്റും മെർക്കുറിയാണ്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ സണ്ണിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുമായിട്ടുള്ള പ്ലാനറ്റ് മെർക്കുറിയാണ്. പക്ഷേ സണ്ണിന് തൊട്ടടുത്താണെങ്കിൽ പോലും ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഒരിക്കലും മെർക്കുറി അല്ല. അത് മെർക്കുറിയുടെ തൊട്ടടുത്തുള്ള വീനസ് ആണ്. വീനസിന് അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആയിട്ട് വീനസ് നിൽക്കുന്നത്. പക്ഷേ മെർക്കുറിക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആയിട്ട് മെർക്കുറി നിൽക്കാത്തത്. അപ്പോൾ വീനസ് നമ്മൾ പറഞ്ഞു ഹോട്ടസ്റ്റ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് വീനസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എർത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വീനസ് തന്നെയാണ്. നിയറസ്റ്റ് ടു എർത്തും വീനസ് ആണ്. അതുപോലെ തന്നെ എർത്ത്സ് ട്വിൻ എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, എർത്ത്സ് ട്വിൻ എന്നറിയപ്പെടുന്ന പ്ലാനറ്റും വീനസ് തന്നെയാണ്. ഇനി ഒരു സ്പെസിഫിക്കേഷനും കൂടെ ഉള്ളത് മോർണിംഗ് സ്റ്റാർ ഓർ ഈവനിങ് സ്റ്റാർ. ഇങ്ങനെ ഒരു സ്പെസിഫിക്കേഷനും കൂടെ ഉള്ള നമ്മളൊരു പ്ലാനറ്റാണ് വീനസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒന്നും കൂടെ പറയാനുള്ളതാണ് ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്. എമംഗ് ദി 8 പ്ലാനറ്റ്സ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളതും വീനസ് തന്നെയാണ്. സണ്ണിൻ്റെ അടുത്ത് നിന്ന് വരുന്ന സമയത്ത് നമ്മൾ മെർക്കുറി പറഞ്ഞു, വീനസ് പറഞ്ഞു, അടുത്തതാണ് എർത്ത്. 3rd പൊസിഷനിലാണ് എർത്ത് നിൽക്കുന്നത്. സണ്ണിൻ്റെ അടുത്ത് നിന്ന് 3ാമത്തെ പൊസിഷനിലാണ് എർത്ത് നിൽക്കുന്നത്. എർത്ത് ഇസ് ദി ഡെൻസസ്റ്റ് പ്ലാനറ്റ്. ഈ 8 പ്ലാനറ്റ്സിലും ഏറ്റവും ഡെൻസസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റും അതുപോലെ തന്നെ ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നതും നമ്മുടെ എർത്താണ്. വേറെ ഒരു പേര് കൂടെ ഉള്ളത് വാട്ടറി പ്ലാനറ്റ്. ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടൻ്റ് ഉള്ള പ്ലാനറ്റും എർത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളത് മാർസ് ആണ്. മാർസ് ഇസ് നോൺ ആസ് ദി റെഡ് പ്ലാനറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ ഈ 4 പ്ലാനറ്റ്സ് ആണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഒരു റോക്കി നേച്ചറുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഈ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സിനുള്ളത്. ബാക്കിയുള്ള 4 നമ്മൾ പറഞ്ഞ ജോവിയൻ പ്ലാനറ്റ്സിന് 4 ഒരു ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ ആണുള്ളത്. അതുകൊണ്ടാണ് 2 ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഫസ്റ്റ് 4 പ്ലാനറ്റ്സിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 5th വൺ ആണ് നമ്മുടെ ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. ജൂപ്പിറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റാണ് ജൂപ്പിറ്റർ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സൈസുള്ളതാണ് സാറ്റേൺ, സെക്കൻഡ് ആണ് വരുന്നത്. ജൂപ്പിറ്റർ ആണ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് യുറാനസ് തേർഡും നെപ്റ്റ്യൂൺ ഫോർത്തും ആണ്. പിന്നെ സ്ഥിരമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് എർത്ത് ഇൻ ടേംസ് ഓഫ് സൈസ്. സൈസിൻ്റെ കാര്യത്തിൽ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിൽ എർത്തിൻ്റെ പൊസിഷൻ എത്രയാണെന്നുള്ളത്. 5th ആണ് എർത്ത് വരുന്നത്. ഓക്കെ, 6th വരുന്നത് വീനസ് ആണ്. പിന്നെ 7th വരുന്നത് മാസും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഏറ്റവും ചെറുത് മെർക്കുറിയുമാണ്. ഇത് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കോഡ് ആലോചിച്ചാൽ മതി. JSUN EVMM. JSUN ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് ആലോചിച്ചാൽ മതി. ലാസ്റ്റ് M മെർക്കുറി നമുക്ക് എല്ലാവർക്കും അറിയാം സ്മോളസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് പഠിക്കാവുന്നതാണ്. ജൂപ്പിറ്ററിൻ്റെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആണ് ഫാസ്റ്റസ്റ്റ് റൊട്ടേറ്റിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നതും ജൂപ്പിറ്റർ തന്നെയാണ്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ് ജൂപ്പിറ്ററിൻ്റെ തൊട്ടടുത്ത് വരുന്നതാണ് സാറ്റേൺ. ഇൻ ടേംസ് ഓഫ് സൈസ് സെക്കൻഡ് ആണ് സാറ്റേൺ വരുന്നത്. ആൻഡ് ദി ഓൺലി പ്ലാനറ്റ് വിത്ത് റിങ്സ് ഉള്ള സോളാർ സിസ്റ്റത്തിലുള്ള ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നതും സാറ്റേൺ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് വരുന്നതാണ് യുറാനസ് ഈസ് ഓൾസോ നോൺ ആസ് ദി ഗ്രീൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. അതും കഴിഞ്ഞാലുള്ളതാണ് നെപ്റ്റ്യൂൺ. ഫേർദസ്റ്റ് പ്ലാനറ്റ് ഫ്രം ദി സൺ ആണ് നെപ്റ്റ്യൂൺ വരുന്നത്. സണ്ണിൽ നിന്നും ഏറ്റവും അകന്ന് നിൽക്കുന്ന പ്ലാനറ്റ് നെപ്റ്റ്യൂൺ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റും നെപ്റ്റ്യൂൺ തന്നെയാണ്. 2006 മുൻപായിരുന്നെങ്കിൽ ഒരു പ്ലാനറ്റ് കൂടെ ഉണ്ടായിരുന്നു ആഫ്റ്റർ നെപ്റ്റ്യൂൺ. പ്ലൂട്ടോ എന്നായിരുന്നു അതിൻ്റെ പേര്. പക്ഷേ 2006 ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അതിനൊരു ഡോഫ് പ്ലാനറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തതോട് കൂടിയിട്ട് നമ്മുടെ സോളാർ സിസ്റ്റം 9 പ്ലാനറ്റ്സിൽ നിന്നിട്ട് 8 പ്ലാനറ്റ്സ് ആവുകയാണ് ചെയ്തത്. ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 2006 ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അത് 2006 ഡോഫ് പ്ലാനറ്റ് ആയിട്ട് കുള്ളൻ ഗ്രഹം എന്നറിയപ്പെടുന്ന രീതിക്ക് പ്ലൂട്ടോയെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത് സോളാർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ എൻട്രൻസ് എക്സാമിലും GK എന്നൊരു ടോപ്പിക്കായിട്ട് ഇപ്പോൾ സോളാർ സിസ്റ്റം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കുക. വരാൻ സാധ്യതയുള്ള ഒരു 4 ചോദ്യങ്ങൾ ഞാനിപ്പോൾ സ്ക്രീനിലിടാം. അതുപോലെ തന്നെ ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സോളാർ സിസ്റ്റം എന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ടെസ്റ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസേഴ്സും കൂടെ നോക്കി വെക്കുക. വളരെ ബ്രീഫായിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണുന്നവരെ ബൈ.